ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഒരു മൈക്രോസ്കോപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് പ്രധാനമായും വേണ്ട ഒരു ലെൻസാണ്. അത് നമുക്ക് DVD ഉള്ളിലുള്ള ലെൻസ് ഉപയോഗിക്കുന്നതാണ്. ഞാനിപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. DVD ഉള്ളിലുള്ള ലെൻസ് ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. ഒരു പശ ഒട്ടിക്കാൻ ആവശ്യമാണ്. നേരത്തെ കണ്ട പേന പകുതിക്ക് മുറിച്ച് വെക്കുക. അതിന് ശേഷം അതിൻ്റെ തോള അത്യാവശ്യം വലുതാക്കാൻ നോക്കുക, ലെൻസ് ഇടാൻ പാകത്തിനാക്കാം. ഇനി നമുക്ക് പശ എടുക്കാം. ഞാനിപ്പോൾ അറാൾഡിറ്റ് എന്ന പശയാണ് എടുത്തിരിക്കുന്നത്. അത് പശ എടുത്തതിന് ശേഷം എന്തെങ്കിലും പാത്രത്തിൽ ഉപയോഗിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ആ പേനയുടെ ലെൻസ് ഒട്ടിക്കുന്ന ഭാഗത്ത് വക്കിന് എല്ലാ സ്ഥലത്തും തേക്കുക. അതിന് ശേഷമാണ് ഒട്ടിക്കേണ്ടത്. ഞാനിപ്പോൾ പശ മിക്സ് ചെയ്യുകയാണ്. ഇനി നമുക്കിത് പേനയുടെ ലെൻസ് ഒട്ടിക്കുന്ന ഭാഗത്ത് തേച്ച് കൊടുക്കാം. അതിന് ശേഷം ലെൻസ് ഒട്ടിക്കാം. ഒട്ടിച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, അത് സെറ്റാവുന്നത് വരെ. നമ്മൾ എടുത്തിരിക്കുന്നത് സുതാര്യമായ ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ അതിന് ചുറ്റും നമുക്കൊരു അതാര്യമായ വസ്തു ഉപയോഗിച്ചിട്ട് മറിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സെല്ലോ ടേപ്പ് ഇൻസുലേഷൻ ടേപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഉപയോഗിച്ച് നമുക്ക് ലെൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗവും കവർ ചെയ്യാം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ചുറ്റുള്ള സ്ഥലത്തൊന്നും വെളിച്ചം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് മറിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ മൈക്രോസ്കോപ്പ് റെഡി ആയിരിക്കുകയാണ്. ഇനി അതിൻ്റെ ടെസ്റ്റിംഗ് ആണ്. ഇനി നമുക്ക് ഏതെങ്കിലും
സ്ഥലത്ത് നിന്നോ അല്ല ഏതെങ്കിലും വസ്തുവിനെയോ ഒരു ഇലയോ എന്തിനു വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് കൂടി നിരീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മൈക്രോസ്കോപ്പ് റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ ടെസ്റ്റിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ഇലയാണ്. നമുക്ക് ഇതിലേക്ക് കൂടി ഇലയെ നിരീക്ഷിച്ച് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക.